അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യുക്തിമാനായ അള്ളാഹുവിൻ്റെ ആഗ്രഹം മനുഷ്യനെ സന്മാർഗമോ ചീത്തമാർഗമോ സ്വീകരിക്കാനുള്ള സന്നദ്ധതയോടെ സൃഷ്ടിക്കുക എന്നതായിരുന്നു. രണ്ട് മാർഗങ്ങളിൽ ഇഷ്ടമുള്ളത് സ്വീകരിക്കാനായി അവരുടെ ബുദ്ധിയെ സ്വതന്ത്രമായി വിടുക. ഏത് കാര്യത്തിന് അവർ പരിഗണന കൽപ്പിക്കണം എന്ന് തിരിച്ചറിയാനുള്ള വിശേഷ ബുദ്ധിയും അള്ളാഹു അവന് നൽകി. സന്മാർഗത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ദൃഷ്ടാന്തങ്ങൾ ഈ പ്രപഞ്ചത്തിലാകെയും പരത്തിയിടുകയും ചെയ്തു. കണ്ണുകൾക്കും കാതുകൾക്കും ബുദ്ധിക്കും ചിന്തക്കും രാവിലോ പകലിലോ എപ്പോൾ തിരിഞ്ഞാലും അവയെ കണ്ടെത്താം. ഇതിനൊക്കെ ശേഷവും അള്ളാഹുവിൻ്റെ ദയ മനുഷ്യൻ്റെ കാര്യത്തിൽ ഉദ്ദേശിച്ചത് അവനെ അവൻ്റെ ബുദ്ധിക്ക് മാത്രമായി വിട്ടുകൊടുക്കേണ്ടതില്ല എന്നാണ്. അങ്ങനെ ഈ ബുദ്ധിക്ക് അവൻ തൻ്റെ പ്രവാചകന്മാരിലൂടെ അവതരിപ്പിച്ച നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു മാനദണ്ഡം നിശ്ചയിച്ചു. കാര്യങ്ങൾ അവ്യക്തമാകുമ്പോൾ ബുദ്ധിക്ക് അവയിലേക്ക് തിരിയാം. ഇച്ഛകൾ സ്വാധീനിക്കാത്ത ഒരു മാനദണ്ഡത്തിലൂടെ ശരിയും തെറ്റും നിശ്ചയിക്കാം. ആളുകളെ കഴുത്തിന് പിടിച്ച് സന്മാർഗത്തിലാക്കുന്ന ഏകാധിപതികളായിട്ടല്ല അവൻ പ്രവാചകന്മാരെ അയച്ചത്. അവർ പ്രബോധകർ മാത്രമായിരുന്നു. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും ഇച്ഛകളെയും വികാരങ്ങളെയും അധികാരികളെയും വിഗ്രഹങ്ങളെയും എന്ന് വേണ്ട സകല കള്ളദൈവങ്ങളെയും വെടിയാനും അവർ നിരന്തരം പ്രബോധനം ചെയ്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, കള്ളദൈവങ്ങളെ വർജിക്കുക എന്ന കൽപ്പനയോടെ ഓരോ സമൂഹത്തിലും അള്ളാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കൂട്ടർ അതിനുത്തരം നൽകി ജനങ്ങളിൽ അള്ളാഹു വഴികാട്ടിയവരുണ്ട്. വേറൊരു കൂട്ടർ ആ ചീത്ത മാർഗത്തിൽ ഉറച്ചു നിന്നു. ദുർമാർഗം തീർച്ചയായവർ ഉണ്ട്. ഈ രണ്ട് കൂട്ടരും അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിന് പുറത്തല്ല. രണ്ട് കൂട്ടരിലെ ആരെയും സന്മാർഗത്തിനോ ദുർമാർഗത്തിനോ അള്ളാഹു നിർബന്ധിച്ചിട്ടുമില്ല. അവരുടെ ആഗ്രഹം അനുസരിച്ച് ഓരോരുത്തരും തിരഞ്ഞെടുത്ത വഴി അള്ളാഹുവിൻ്റെ നിശ്ചയത്തിനൊപ്പിച്ചതായി തീരുകയായിരുന്നു. ബഹുദൈവ വിശ്വാസികളും അവരെപ്പോലുള്ള പിഴച്ചവരും ധിക്കാരികളുമായ ആളുകളുടെ അർത്ഥശൂന്യമായ ഒരു വാദത്തെ അള്ളാഹു ഇവിടെ ഖണ്ഡിക്കുകയാണ്. ഈ വാക്യത്തിലൂടെ ഖുർആൻ ഇസ്ലാമിക വിശ്വാസം ഇക്കാര്യത്തിൽ വളരെ വ്യക്തവും ശുദ്ധവും ആണ്. അള്ളാഹു തൻ്റെ അടിമകളോട് നന്മ ചെയ്യാൻ കൽപ്പിക്കുകയും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. കൽപ്പന ലംഘിച്ച പാപികളോട് തനിക്കുള്ള ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ചിലപ്പോൾ അവരെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷിക്കുന്നു. അള്ളാഹുവിൻ്റെ ഹിതമാണ് തങ്ങളെ ഈ പിഴവിൽ കൊണ്ടെത്തിച്ചതെന്ന്, എന്നിട്ട് അതിൻ്റെ പേരിൽ അവൻ തങ്ങളെ ശിക്ഷിക്കുകയാണെന്നും പറയാൻ ഒരു പഴുതും ഇവിടെ ബാക്കിയാക്കുന്നില്ല. അള്ളാഹുവിൻ്റെ ഹിതം ഏതാണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് ഇഷ്ടമുള്ള വഴി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തോടെ അവരെ വിടുകയായിരുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.